മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് ICDS സൂപ്പർവൈസർ സോഷ്യോളജിയുടെ ചാപ്റ്റർ 5 ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു റിസർച്ചുമായിട്ടും മെത്തഡോളജി പാർട്ടാണ് ഇതിൽ വരുന്നത്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡാറ്റ ഉണ്ട്, ദെൻ ഡാറ്റയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ദെൻ നമുക്ക് എങ്ങനെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പേര് കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂസിങ് വരുമായിരിക്കും നമ്മൾ വിചാരിക്കും. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കാരണം വളരെ ബേസിക് ആയിട്ടുള്ള വളരെ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഭയങ്കര നമ്മുടെ സോഷ്യോളജിയിൽ സാധാരണ മെത്തഡോളജി എന്താണ്, റിസർച്ച് മെത്തഡോളജി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അത്രത്തോളം ഡീപ്പായിട്ട് നമ്മുടെ സിലബസിൽ ചോദിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞാൽ തന്നെ അതിന് ആൻസർ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ചാപ്റ്റർ ആണ് ഈ ഒരു ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം സൂചിപ്പിക്കുന്ന പോലെ തന്നെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ടൂൾസും അതേപോലെ തന്നെ ടെക്നിക്സും അത്ര മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. പിന്നെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് എന്താണ് അവസ്ഥ എന്നൊന്നും നമ്മുടെ ICDS സിലബസിൽ പറയുന്നില്ല. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻസ് ഓരോന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇതിൽ എനിക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഇതെനിക്ക് ഈസി ആണോ സിമ്പിൾ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കാണുന്ന ബുദ്ധിമുട്ടുകളോ കേൾക്കുന്ന ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാറ്റ കളക്ടഡ് ഫ്രം പബ്ലിഷ്ഡ് ബുക്സ് ആർ കോൾഡ്. ഡാറ്റ കളക്ടഡ് ഫ്രം പബ്ലിഷ്ഡ് ബുക്സ് ആർ കോൾഡ്. ഡാറ്റ കളക്ടഡ് ഫ്രം പബ്ലിഷ്ഡ് ബുക്ക്. ഇവിടെ നോക്കേണ്ട ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പബ്ലിഷ്ഡ് ബുക്സ് അല്ലെ, പബ്ലിഷ്ഡ് ബുക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ പല ടൈപ്പ് ഓഫ് ഡാറ്റകൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ റിയൽ ക്ലാസ്സുകളിൽ നമ്മൾ ആ ഡാറ്റ എന്താണ്, ഡാറ്റയുടെ ഒരു സിഗ്നിഫിക്കൻസ്, ദെൻ ഹൗ ടു കളക്ട് ഡാറ്റ ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡാറ്റ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കുറേയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ ഏരിയയും നമ്മളൊന്ന് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചത് നമ്മളോട് പബ്ലിഷ്ഡ് ബുക്സുകളാണ് ചോദിച്ചിട്ടുള്ളത്. പബ്ലിഷ് ചെയ്ത ബുക്സുകൾ ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പബ്ലിഷ്ഡ് ബുക്സ് നിങ്ങൾക്ക് അറിയാലോ, ജേർണൽസ്, മാഗസിൻസുകളൊക്കെ വൺ ടൈപ്പ് ഓഫ് പബ്ലിഷ്ഡ് ബുക്സുകളാണ്. അപ്പൊ ഇത് ഏത് തരത്തിലുള്ള ഡാറ്റയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് A പ്രൈമറി ഡാറ്റ, ഓപ്ഷൻ B സെക്കൻഡറി ഡാറ്റ, ഓപ്ഷൻ C ടെർഷ്യറി ഡാറ്റ ആൻഡ് ഓപ്ഷൻ D നൺ ഓഫ് ദി എബവ്. ഇവിടെ നമുക്ക് 3 ഡാറ്റകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. പ്രൈമറി ഡാറ്റ എന്താണ്, സെക്കൻഡറി ഡാറ്റ എന്താണ്, ടെർഷ്യറി ഡാറ്റ എന്താണ്, ദെൻ അതേപോലെ തന്നെ ഈ 3 ഡാറ്റകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ പറയുന്നതിന് മുമ്പ് എന്താണ് പ്രൈമറി ഡാറ്റ, പിന്നെ എന്താണ് സെക്കൻഡറി ഡാറ്റ, എന്താണ് ടെർഷ്യറി ഡാറ്റ, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് നോക്കാം. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these sources are records of events or evidence as they are first described or actually happened without any interpretation or commentary. Primary data, primary എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈമറിയിലെ പ്രാഥമിക ഡാറ്റ അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ്, നമ്മൾ നേരിട്ട് പോയിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റകളെയാണ് നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് പറയല്ലേ. These sources are records of events or evidence as they are first described or actually happened. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഫസ്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഇവന്റ്സിനെ കുറിച്ചിട്ടോ ഒരു എവിഡൻസിനെ കുറിച്ചിട്ടോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാം. അല്ലെങ്കിൽ അത് എന്താണ് യഥാർത്ഥത്തിൽ അതിന് സംഭവിച്ചത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് വിത്ത് ഒരു ഇന്റർപ്രിട്ടേഷനോ ഒരു കമന്ററിയോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മൾ ചെയ്യുന്നതിനെയാണ് പറയുന്നത് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരാളെ കുറിച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ കുറിച്ചിട്ട് അറിയണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അയാളുടെ നേരിട്ട് പോയിട്ട് കാര്യങ്ങൾ ചോദിക്കാം അല്ലെ, അതൊരു പ്രൈമറി ഡാറ്റയാണ്. അതല്ല, ഇനി നിങ്ങൾക്ക് ഒരാളെ കുറിച്ചിട്ട് അറിയണം, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, എന്തെങ്കിലും പുസ്തകങ്ങളുടെ ഒക്കെ ഒരു സഹായം തേടും. എന്നിട്ട് അയാൾ എന്താണ് നോക്കുക, അല്ലെങ്കിൽ ഒരു ഇവന്റിനെ കുറിച്ച്, ഇപ്പൊ ജാലിയൻ വാലാബാഗ് ദുരന്തം അതിനെ കുറിച്ച് നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പല ബുക്കുകളും റെഫർ ചെയ്യൂലേ. അപ്പൊ ആ റെഫർ ചെയ്യുന്നതിനാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയാം. നമുക്ക് നോക്കാം സെക്കൻഡറി ഡാറ്റ എന്താണെന്ന് നമുക്ക് നോക്കാം. Secondary sources describe, interpret or analyze information obtained from other sources. Secondary sources describe or interpret or analyze information
ഒബ്ടൈൻഡ് ഫ്രം അതർ സോഴ്സസ്. അതായത് പ്രൈമറി ഡാറ്റയിൽ നിന്നല്ലാതെ വേറെ സോഴ്സിൽ നിന്ന് നമ്മൾ ഇൻഫോർമേഷൻസ് ഒബ്ടൈൻ ചെയ്യുന്നു. ഈ ഇൻഫോർമേഷൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്നു, ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ഡിസ്ക്രൈബ് ചെയ്യുന്നു അല്ലെ. മറ്റൊരു സോഴ്സിൽ നിന്ന് നമ്മൾ ആ സാധനത്തെ എടുത്തിട്ട് നമ്മൾ അതിനെ പിന്നീട് എന്താ ചെയ്യുന്നത്, അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത്, ഇന്റർപ്രറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യാണ് ചെയ്യുന്നത്. ദീസ് ആർ ദ സെക്കൻഡറി സോഴ്സസ് അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റ. ഓക്കെ, ദെൻ തേർഡ് വൺ ടെർഷ്യറി ഡാറ്റ. അപ്പൊ പ്രൈമറി ആയിട്ട് നിൽക്കുന്നത്, സെക്കൻഡറി ആയിട്ട് താഴെ നിൽക്കുന്നത്, ദെൻ അപ്പൊ മൂന്നാമത്തെ സ്വാഭാവികമായിട്ടും അതിലും താഴെ നിൽക്കുന്നതായിരിക്കും അല്ലെ ടെർഷ്യറി ഡാറ്റ എന്ന് പറയുന്നത്. സം റെഫറൻസ് മെറ്റീരിയൽസ് ആൻഡ് ടെക്സ്റ്റ് ബുക്ക്. റെഫറൻസ് മെറ്റീരിയലും ടെക്സ്റ്റ് ബുക്കും എന്താണ്, എന്തുകൊണ്ടായിരിക്കും റെഫറൻസ് മെറ്റീരിയലും ടെക്സ്റ്റ് ബുക്കും പറയുന്നത്? ശരിക്കും ഇപ്പൊ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമ്മളൊരു വാഗൺ ട്രാജഡിയെ കുറിച്ചിട്ട് പഠിക്കാന്ന് വിചാരിച്ചു. അവരെന്തായിരിക്കും ഈ വാഗൺ ട്രാജഡിയെ കുറിച്ച് ആ ടെക്സ്റ്റ് ബുക്ക്, ഇപ്പൊ നമ്മള് 10ാം ക്ലാസ്സിലെ ഒരു എസ്.എസിന്റെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എടുക്കും. അപ്പൊ അതിൽ വാഗൺ ട്രാജഡിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഈ വാഗൺ ട്രാജഡിയെ കുറിച്ചിട്ട് അവരെങ്ങനെയായിരിക്കും കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ? ഏതെങ്കിലും ഒരു ഒതന്റിക് ബുക്കുകളിൽ നിന്നായിരിക്കും ആ ഒരു ഇൻഫർമേഷൻസ് എടുത്തിട്ട് അവർ ഈ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ആ ഒതന്റിക് ബുക്ക് ഒരു എന്തായിരിക്കും, ഒരു പ്രൈമറി ഡാറ്റ ആണെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്ക് എന്തായിട്ട് മാറി, അതിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ എഴുതണം. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്ക് ഒരു സെക്കൻഡറി ഡാറ്റ ആയിട്ട് മാറി. എന്നിട്ട് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു വാഗൺ ട്രാജഡിയെ കുറിച്ച് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു കമന്റ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് ഒരു ടെർഷ്യറി ഡാറ്റ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ ഒരു ടെർഷ്യറി ഡാറ്റ ആയിരിക്കും. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്ക് പൊതുവെ അങ്ങനെയാണ് വരിക. കാരണം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞാൽ ഒരു കാര്യം നേരത്തെ സംഭവിച്ചു, അതിൽ നിന്ന് ഒരാൾ എഴുതി, അതിൽ നിന്നും എഴുതിയ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് പകർത്തി, പിന്നീട് അതിൽ നിന്ന് അവർ നേരിട്ട് കണ്ട കാര്യം അവരൊരു ബുക്കിലോട്ട് പകർത്തി, ആ ബുക്കിൽ നിന്ന് അവർ എന്ത് ചെയ്തു, ടെക്സ്റ്റ് ബുക്കിലോട്ട് മാറി. ടെക്സ്റ്റ് ബുക്ക് ഒരു ടെർഷ്യറി മെറ്റീരിയൽ ആണ്, ടെർഷ്യറി ഡാറ്റ. അതിന് മുകളിൽ ഒരു സെക്കൻഡറി ഡാറ്റ ഉണ്ടായിരിക്കും, ഒരു പ്രൈമറി ഡാറ്റയും ഉണ്ടായിരിക്കും. ദെൻ tertiary sources when their chief purpose is to list, summarize or simply repackage ideas or other informations. ബാക്കിയുള്ള ഇൻഫോർമേഷൻസും അതേപോലെ തന്നെ ഐഡിയാസും സിംപ്ലി റീപാക്കേജ് ചെയ്യുന്ന ഒരു അതിനെ സമ്മറൈസ് ചെയ്യാൻ, ലിസ്റ്റ് ചെയ്യാനൊക്കെയാണ് ഇതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി ഡാറ്റ എന്താണ്, സെക്കൻഡറി ഡാറ്റ എന്താണ്, ടെർഷ്യറി ഡാറ്റ എന്താണ്, നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് എന്താണ് വിചാരിക്കുന്നു. ഇത് ഇത് എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോവാം. ഇനി വരുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് എന്താണ്, ഓരോ എക്സാമ്പിളുകൾ തരും. ഇത് ഏത് ഡാറ്റയാണ്, ഇത് സെക്കൻഡറി ആണോ, ഇത് പ്രൈമറി ആണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസർ കിട്ടണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് പ്രൈമറി ഡാറ്റ, എന്താണ് സെക്കൻഡറി, എന്താണ് ടെർഷ്യറി എന്ന്. കൂടുതലായിട്ട് നമ്മളോട് ചോദിക്കുക പ്രൈമറിയും സെക്കൻഡറി ആയിരിക്കും ചോദിക്കുക. ദെൻ ഈ ഒരു ക്ലാസ്സിലുടനീളം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോയിട്ട് പ്രൈമറി എന്താണ്, സെക്കൻഡറി എന്താണ് പക്ക നിങ്ങൾക്ക് ക്ലിയർ ആകും. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിലും ഓരോ പുതിയ പുതിയ പോയിന്റ്സിലാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ഏകദേശം ക്ലിയർ ആകും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ ഈസ് നോൺ ആസ്. ഫസ്റ്റ് ഹാൻഡ് അല്ലെ, അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ അല്ലെ. ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ ഈസ് നോൺ ആസ് ഓപ്ഷൻ എ പ്രൈമറി ഡാറ്റ, ഓപ്ഷൻ ബി സെക്കൻഡറി ഡാറ്റ, ഓപ്ഷൻ സി ടെർഷ്യറി ഡാറ്റ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. നമ്മളിവിടെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടൂലേ. എന്തായിരിക്കും ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്? ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അല്ലെ, നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ്. ആദ്യമായിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആൻസർ ചെയ്യാണ് വരുന്നത് പ്രൈമറി ഡാറ്റ ആണ് അല്ലെ. പ്രൈമറി ഡാറ്റയാണ് നമ്മുടെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രൈമറി ഡാറ്റയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ചൂസ് മെത്തേഡ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ ഫ്രം ദ ഗിവൺ ബിലോ. ചൂസ് മെത്തേഡ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ ഫ്രം ദ ഗിവൺ ബിലോ. നമുക്ക് തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് പ്രൈമറി ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യാം അല്ലെ, വേണ്ട ഒരു മെത്തേഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇന്റർവ്യൂസ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ജേർണൽസ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് ബുക്സ് ആൻഡ് ഓപ്ഷൻ ഡി വെബ് ഡോക്സ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് പ്രൈമറി ഡാറ്റ എങ്ങനെയാണ് കളക്ട് ചെയ്യുക, അതിനുള്ള മെത്തേഡാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രൈമറി ഡാറ്റയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒന്നായിരിക്കും, അതേപോലെ തന്നെ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ ആയിരിക്കും ഒക്കെ നമ്മൾ കഴിഞ്ഞ 2 ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമുക്കൊരു കാര്യം കിട്ടണമെങ്കിൽ, ഇപ്പൊ ഒരാളെ കുറിച്ചിട്ട് നമുക്കൊരു വിവരം കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ എന്താ ചെയ്യാം? അവിടെ നേരിട്ട് പോയിട്ട് ആളുടെ കാര്യങ്ങൾ ചോദിക്കില്ലേ. അപ്പൊ അതിന് നമ്മൾ എന്തായിരിക്കും? ഇന്റർവ്യൂ ആയിരിക്കും ഉപയോഗിക്കുക അല്ലെ. അപ്പൊ ആൻസർ ചെയ്യാണ് വരുന്നത് ഇന്റർവ്യൂ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ഇനി ഇന്റർവ്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ഇന്റർവ്യൂ ഈസ് എ സ്ട്രക്ചേർഡ് കോൺവെർസേഷൻ.
നോക്കി വെക്കേണ്ട പോയിന്റ് ആണ് സ്ട്രക്ചേർഡ്. ഒരു ഘടനയുണ്ടായിരിക്കും ആ ഒരു കോൺവെർസേഷന്, ഒരു ഘടനയുണ്ടായിരിക്കും. സ്ട്രക്ചേർഡ് കോൺവെർസേഷൻ where one participant ask a question and other provide answers. രണ്ട് വ്യക്തികൾ ഉണ്ടായിരിക്കും, അതിലൊരു വ്യക്തി എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കും, മറ്റൊരാൾ എന്ത് ചെയ്യും, ആൻസർ കൊടുക്കും. ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, ആസ്ക് ക്വസ്റ്റ്യൻ ആൻഡ് അതർ വൺ പ്രൊവൈഡ് ആൻസേഴ്സ്. അല്ലെ, നിങ്ങളുടെ പേരെന്താണ്, പേര് പറയുന്നത്, നിങ്ങൾക്ക് എത്ര ഏജ് ആയി, അത് പറയും, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഇന്നത്തിനുള്ള താല്പര്യം, അങ്ങനെ പല കാര്യങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഹോബി എന്താണ്, അങ്ങനെ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യന് നമുക്ക് ഇങ്ങോട്ട് ആൻസർ തരുന്നു. അല്ലെ, അപ്പോൾ അതാണ് ഒരു സ്ട്രക്ചേർഡ് കോൺവെർസേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചേർഡ് കോൺവെർസേഷൻ ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. Then അടുത്ത ക്വസ്റ്റ്യൻ ആണ്, the observer participated the observation method is known as. The observer participated the observation method. ഒരു നിരീക്ഷകൻ അല്ലെ, ഒരു ഒബ്സർവർ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എവിടെ, ഒരു ഒബ്സർവേഷൻ മെത്തേഡിൽ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്താണ് പറയുന്നത്. ദ ഒബ്സർവർ പാർട്ടിസിപ്പേറ്റഡ് ദ ഒബ്സർവേഷൻ മെത്തേഡ് ഈസ് നോൺ ആസ്. സോറി, ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, ഓപ്ഷൻ ബി നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, ഓപ്ഷൻ സി ഡോമിനന്റ് ഒബ്സർവേഷൻ, ഓപ്ഷൻ ഡി ഡിറക്റ്റ് ഒബ്സർവേഷൻ. ഇവിടെ നമുക്കറിയാം, ഇവിടെ എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ഒബ്സർവർ ഒരു ഒബ്സർവേഷൻ മെത്തേഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. എന്താണ് ഈ ഒബ്സർവേഷൻ മെത്തേഡ്? ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ നിരീക്ഷിക്കുക. അല്ലെ, ഒരു ഇവന്റിനെയോ, ഒരു ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ട്, ആ ട്രൈബൽ ഗ്രൂപ്പിന്റെ അവരുടെ ആചാരങ്ങള്, അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രാഥമികപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, അവരെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അല്ലെ, അവരുടെ ലൈഫ് സ്റ്റൈൽ മനസ്സിലാകും, അതേപോലെ തന്നെ അവരുടെ ഒരു വേ ഓഫ് ലൈഫ്, കൾച്ചർ, എല്ലാ കാര്യങ്ങളും നമുക്ക് അവരെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും. നമുക്ക് ദൂരെ നിന്നും ഒബ്സർവ് ചെയ്യാം, അവരുടെ കൂടെ നിന്നും ഒബ്സർവ് ചെയ്യാം. അല്ലെ, ദൂരെ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ ഒരു ഹാർഡ്ഷിപ്പ് വളരെ കുറവായിരിക്കും. നമ്മൾ അവരിൽ ഒരാളായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അവരെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുടെ ഈവൻ പേഴ്സണൽ കാര്യങ്ങൾ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഒബ്സർവേഷൻ മെത്തേഡിൽ ഇങ്ങനെ നിരീക്ഷിക്കുന്ന ഒരു രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്തായിരിക്കും വിളിക്കുന്നത്? ആൻസർ എ വരും, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. അല്ലെ, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഈസ് എ റിസർച്ച് മെത്തഡോളജി വേർ ദ റിസർച്ചർ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ ദ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ദി പാർട്ടിസിപ്പൻസ്. നമ്മൾ ഏത് വ്യക്തിയെയാണോ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനെയാണോ നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതിന്റെ ഒക്കെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അല്ലെ, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഒരു ഭാഗമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒബ്സർവേഷൻ മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അല്ലെ, എന്താണ്, നമുക്ക് ദൂരെ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഒന്ന് ഓക്കെ, അവരെ ഒന്ന് ദൂരെ നിന്ന് നമുക്ക് അവരെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് നോക്കിക്കാണാം. അവിടെ എടുത്തു നിന്നും നോക്കിക്കാണാം. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ദൂരെ നിന്ന് കാണുന്നതും എടുത്തു നിന്ന് കാണുന്നതും വളരെ വലിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും. എടുത്തു നിന്ന് കാണുമ്പോൾ നമുക്ക് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്, അവരുടെ ഒരു ലൈഫ് എങ്ങനെയാണ്, അവരുടെ ഒരു കൾച്ചർ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ റിസർച്ച് വളരെ നല്ല രീതിയിൽ, നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നല്ല രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നല്ലൊരു മെത്തേഡാണ്. പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഒക്കെ ഉണ്ട്, മെറിറ്റും ഡിമെറിറ്റും ഒക്കെ ഉണ്ട്. അപ്പാർട്ട് ഫ്രം അതർ സൈഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു മെത്തേഡാണ്. അടുത്തതാണ്, ഇൻ ഇന്ത്യ ദ ഒബ്സർവേഷൻ മെത്തേഡ് മെയിൻലി യൂസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ്. ഇന്ത്യയിൽ ഒബ്സർവേഷൻ മെത്തേഡ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫീൽഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഒബ്സർവേഷൻ മെത്തേഡ് എന്താണ്, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇന്ത്യയിൽ ഈ പറയുന്ന ഒബ്സർവേഷൻ മെത്തേഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഫീൽഡ് ഏതാണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് അർബൻ സൊസൈറ്റി, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സ്റ്റഡി, ദെൻ ഓപ്ഷൻ സി എന്ന് പറയുന്നത് വില്ലേജ് സ്റ്റഡി, ഓപ്ഷൻ ഡി നേഷൻ സ്റ്റഡി. അപ്പോ ഒബ്സർവേഷൻ മെത്തേഡ് ആണ് ചോദിച്ചു. അല്ലെ, നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒബ്സർവ് ചെയ്യാണ്. അല്ലെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ആൻസർ സി വില്ലേജ് സ്റ്റഡിയാണ് വരുന്നത്. അല്ലെ, വില്ലേജ് സ്റ്റഡി. ഇപ്പൊ ഗ്രാമങ്ങളെ കുറിച്ച് പഠിക്കാം. ഗ്രാമങ്ങളെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ അവരിൽ ഒരാളാവണം, നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യണം, അവരുടെ കാര്യങ്ങൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്താന്ന് നോക്കണം, ലൈഫ് എങ്ങനെയാണ് ഓരോ ദിവസം മുന്നോട്ട് പോകുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അവരുടെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുക. സോ ഇന്ത്യയിലെ ഒബ്സർവേഷൻ മെത്തേഡ് പ്രധാനമായിട്ടും കാരണം ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്, അല്ലെങ്കിൽ ഇന്ത്യ ഒരു ഗ്രാമപ്രദേശമാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഇന്ത്യയിൽ കൂടുതലായിട്ട് എന്താണ്, ഒരു 80% ആളുകളും കൃഷി മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഗ്രാമങ്ങളും ഒരുപാടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ ഒബ്സർവേഷൻ മെത്തേഡ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ ഈ പറയുന്ന വില്ലേജ് സ്റ്റഡിയിലായിരിക്കും നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം അതിന്റെ ഒരു എക്സ്പ്ലനേഷൻസ് നോക്കാം. സ്റ്റഡീസ് ഫോക്കസിങ് ഓൺ ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ലൈഫ് ഓഫ് ദി വില്ലേജ് ഇൻ ഇന്ത്യ. സ്റ്റഡീസ് ഫോക്കസിങ് ഓൺ ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ലൈഫ് ഓഫ് ദി വില്ലേജ് ഇൻ ഇന്ത്യ. നമുക്ക് എന്താണ് ഇന്ത്യയുടെ വില്ലേജിന്റെ സോഷ്യൽ അതേപോലെ തന്നെ കൾച്ചറൽ ലൈഫ് ഫോക്കസ് ചെയ്യുന്ന പഠനത്തിന് നമുക്ക് ഇത് ഉപയോഗിക്കാം അല്ലെ. വില്ലേജ് സ്റ്റഡി അല്ലെങ്കിൽ വില്ലേജ് ലൈഫിലെ സോഷ്യൽ ലൈഫ് എന്താണ്, കൾച്ചറൽ ലൈഫ് എന്താണെന്നൊക്കെ ഫോക്കസ് ചെയ്യാൻ നമുക്ക് ഈ പഠനം ഉപയോഗിക്കാം. മോസ്റ്റ് ഓഫ് ദീസ് സ്റ്റഡീസ് വെർ പബ്ലിഷ്ഡ് ഡ്യൂറിംഗ് ദ ഡിക്കേഡ് 1950s ആൻഡ് 1960s. ഇപ്പൊ വില്ലേജ് സ്റ്റഡി കൂടുതലായിട്ട് പബ്ലിഷ് ചെയ്തത് 1950s 1960s കാലഘട്ടത്തിലാണ്. Then these village studies played an important role in giving respectability to the disciplines of sociology and social anthropology in India. അപ്പോൾ വില്ലേജ് സ്റ്റഡീസ് എന്ത് ചെയ്തു, ആ ഒരു പഠനം നമ്മുടെ സോഷ്യോളജിയെയും അതേപോലെ തന്നെ സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുന്ന രണ്ട് ഡിസിപ്ലിനെയും വളരെ നല്ല രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം സോഷ്യോളജി നമുക്കറിയാം എന്താണ്, സ്റ്റഡി ഓഫ് സൊസൈറ്റി ആണ് അല്ലെ, സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. അപ്പൊ വില്ലേജ് എന്താണ്, വില്ലേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നൊക്കെ പഠിക്കാൻ ഈ വില്ലേജ് സ്റ്റഡി ആരെ ഹെൽപ്പ് ചെയ്തു, സോഷ്യോളജിയെ ഹെൽപ്പ് ചെയ്തിട്ടായിരുന്നു. വില്ലേജ് സ്റ്റഡിയിൽ എന്തിനാണ് കൂടുതൽ പഠിക്കുന്നത്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ലൈഫ് ഓഫ് ദി വില്ലേജ്. അത് ഏറ്റവും കൂടുതൽ നടന്നത് 1950s 1960s. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഒബ്സർവേഷൻ മെത്തേഡ്. കൂടുതൽ നമ്മൾ ഒരുപാട് പറഞ്ഞില്ലേ എന്താണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാലും നമുക്ക് നോക്കാം എന്താണ് ഒബ്സർവേഷൻ മെത്തേഡ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഒബ്സർവ് ആൻഡ് ഡിസ്ക്രൈബ് ദ ബിഹേവിയർ ഓഫ് എ സബ്ജക്റ്റ്. ഒരു സബ്ജക്റ്റിന്റെ ബിഹേവിയർ ഡിസ്ക്രൈബ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു അല്ലെ. ഒരു സബ്ജക്റ്റിന്റെ ബിഹേവിയർ ഡിസ്ക്രൈബ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. എന്താണ് ഓപ്ഷൻ ബി എന്താണ്, പെർഫോമിംഗ് ഇൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ നമ്മൾ പെർഫോം ചെയ്യുന്നു. ദെൻ ഓപ്ഷൻ സി എന്താണ്, അസസ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, അസസ് ചെയ്യുന്നു. ദെൻ ഓപ്ഷൻ ഡി എൻറോൾ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പിൽ എൻറോൾ ചെയ്യുന്നു അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരുന്നത്, ആൻസർ എ ആണ് വരുന്നത്. എന്താണ്, ഒബ്സർവ് ആൻഡ് ഡിസ്ക്രൈബ് ദ ബിഹേവിയർ ഓഫ് എ സബ്ജക്റ്റ്. നമ്മളൊരു കാര്യത്തെ കുറിച്ച്, ഒരു ഇവന്റ് ആയിക്കോട്ടെ, ഒരു ഇൻഡിവിജ്വലിനായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഒരു ബിഹേവിയർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഡിസ്ക്രൈബും ചെയ്യുന്നു അല്ലെ. ഒബ്സർവ് ചെയ്യുന്നു, അതിനൊപ്പം തന്നെ അത് ഡിസ്ക്രൈബും ചെയ്യുന്നു. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു സബ്ജക്റ്റിന്റെ ബിഹേവിയർ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, അതിനെയാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്താണ് ലിമിറ്റേഷൻ ഓഫ് പ്രൈമറി ഡാറ്റ. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രൈമറി ഡാറ്റ എന്താണ്, ദെൻ പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡുകൾ ഏതൊക്കെയാണ്, ദെൻ അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഡിസ്അഡ്വാൻറ്റേജ് ഏതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ വിശദമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ചോദിച്ചത് പ്രൈമറി ഡാറ്റയുടെ ഒരു ലിമിറ്റേഷൻ ചൂസ് ചെയ്യാനാണ് പറഞ്ഞത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് യൂസ്ഫുൾ ഫോർ നോയിങ് ഒപ്പീനിയൻ, ഓപ്ഷൻ സി ക്വാളിറ്റീസ് ഓഫ് റെസ്പോണ്ടന്റ്, ഓപ്ഷൻ ഡി ഫസ്റ്റ് ആൻഡ് ഇൻഫർമേഷൻസ്. ഇവിടെ ചോദിച്ചത് നമ്മൾ ലിമിറ്റേഷൻ ആണല്ലേ, അതിന്റെ ഒരു പ്രൈമറി ഡാറ്റയുടെ ഒരു പരിധി എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പ്രൈമറി ഡാറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് ഫസ്റ്റ് ആൻഡ് ഇൻഫർമേഷൻ ആണല്ലേ. അപ്പൊ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ഇവന്റ് കണ്ടാൽ ആ ഇവന്റ് പോയി അറ്റൻഡ് ചെയ്ത് അതിന് നേരിട്ട് പോയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നാണ് എന്ത്, ഈ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈം എടുക്കും അല്ലെ. ടൈം കൺസ്യൂമിംഗ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. ടൈം കൺസ്യൂമിംഗ് വരും അല്ലെ. എന്തായിരിക്കും, ഒരുപാട് ടൈം എടുക്കും അല്ലെ. കാരണം എന്താണ്, നമ്മളവിടെ പോകുന്നു, അവരുമായിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങളെ ഇന്ററാക്ട് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ ആ ഇൻഫർമേഷൻസ് ഒക്കെ സ്വീകരിക്കുന്നു. ദെൻ അങ്ങനെ നമുക്ക് ഒരു ടൈം എടുക്കുന്ന പ്രോസസ് ആണ് ഈ പറയുന്ന പ്രൈമറി ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ടൈം കൺസ്, പിന്നെ അതേപോലെ തന്നെ വേറെ കുറച്ച് ലിമിറ്റേഷനും കൂടി ഞാൻ പറയുന്നുണ്ട്. കോസ്റ്റ്ലി ആയിരിക്കും അല്ലെ, ഭയങ്കര ചെലവ്, എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മൾ അവിടെ പോകണം, ചിലപ്പോൾ ഒരു വട്ടം പോയാൽ മതിയാവില്ല, രണ്ടോ മൂന്നോ നാലോ എത്രയോ തവണ ചിലപ്പോൾ എന്തെണ്ടി വരും, നമ്മൾ പോകേണ്ടി വരും. അപ്പൊ അത് കോസ്റ്റ്ലി ആണ് അല്ലെ. പിന്നെ എന്താണ്, ഹാർഡ് ടു ഫൈൻഡ് ആക്സസ്. നമുക്ക് ആക്സസിബിലിറ്റി കണ്ടെത്തൽ ഭയങ്കര ഹാർഡായിരിക്കും. ചിലപ്പോൾ നമുക്ക്
ചില ടൈപ്പ് ഓഫ് പഠനങ്ങൾ നടത്തണമെങ്കിൽ അതിന് വേണ്ട ആക്സസിബിലിറ്റി നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ അതും എന്ത് ചെയ്യാന് ഒരു ബുദ്ധിമുട്ടാണ്. ദെൻ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്. ഇപ്പൊ നമുക്കൊരു പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് കുറവാണ്. ഇങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞൊരു എക്സ്പീരിയൻസ് നമുക്ക് കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ ഈ പറയുന്ന പ്രൈമറി ഡാറ്റ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ദെൻ കോംപ്ലക്സിറ്റി ഭയങ്കര സങ്കീർണമായിരിക്കും അല്ലെ. ചിലപ്പോ ഭയങ്കര സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഭയങ്കര കോംപ്ലക്സിറ്റി ആയിരിക്കും. ചിലപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ ഇത് എവിടെ കൊടുക്കണം, ഇത് എങ്ങനെ ഓർഡർ ചെയ്യണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും ഇതില് വരും. ദെൻ പാർട്ടിസിപ്പന്റ് ബയാസ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ പോയി നമ്മളെ ഭാഗത്തും തെറ്റുപറ്റാം, നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന ആളുകൾക്കും തെറ്റുപറ്റാം അല്ലെ. ബയാസുകൾ വരാനുള്ള ചാൻസും ഈ പറയുന്ന പ്രൈമറി ഡാറ്റയിൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഒന്ന് ടൈം കൺസ്യൂമിംഗ് ആണ് അല്ലെ. ഇതിന്റെ കൂടെ നമുക്ക് ടൈം കൺസ്യൂമിംഗ് എന്നും കൂടി എഴുതി കൊടുക്കാം. ടൈം കൺസ്യൂമിങ്, അതേപോലെ തന്നെ കോസ്റ്റ്ലി ആണ്, ഹാർഡ് ടു ഫൈൻഡ് ആക്സസ് ആണ്, ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്, കോംപ്ലക്സിറ്റി, പാർട്ടിസിപ്പന്റ് ബയാസ്. ഇത്രയെണ്ണം എന്താണ് ലിമിറ്റേഷൻ ഓഫ് പ്രൈമറി ഡാറ്റയാണ്. മറന്നു പോകരുത്, ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒബ്സർവേഷൻ, ക്വസ്റ്റ്യനേഴ്സ്, എക്സ്പെരിമെന്റ്സ്, ദീസ് ആർ. ഓക്കെ, ഈ ഒബ്സർവേഷൻസും ക്വസ്റ്റ്യനേഴ്സും എക്സ്പെരിമെന്റ്സും ഏത് ഡാറ്റയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് എ പ്രൈമറി ഡാറ്റ ആൻഡ് ഓപ്ഷൻ ബി സെക്കൻഡറി ഡാറ്റ ആൻഡ് ഓപ്ഷൻ സി ടെർഷ്യറി ഡാറ്റ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി ഇബോ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ പ്രൈമറി ഡാറ്റയാണ്. അപ്പൊ നമുക്കറിയാം ഒബ്സർവേഷൻ അല്ലെ, നമ്മൾ ഒരുപാട് കാര്യം ക്വസ്റ്റ്യൻസുകളായിട്ട് ഒബ്സർവേഷന് പറഞ്ഞില്ലേ. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞതാണ് ഒരു പ്രൈമറി ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒബ്സർവേഷൻസ് യൂസ് ചെയ്യുന്നത്. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആവും, ഏത് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളത് നോക്കുന്നുണ്ട്. കാരണം നമ്മൾ നേരിട്ട് പോയിട്ട് അയാളെ ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മള് നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇതിനടുത്ത് ക്വസ്റ്റ്യനേഴ്സ് ആണ് അല്ലെ. നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ അവരോട് പോയിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയോട് പോയിട്ട് ചോദിക്കുന്നു, ആൾ റെസ്പോൺസ് ചെയ്യുന്നു. അതൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ്. കാരണം നമ്മൾ ക്വസ്റ്റ്യനേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ പോയി ചോദിക്കണം. അപ്പൊ അയാൾ തന്നെ നേരിട്ട് തരികയാണ് അല്ലെ. ഏത് ആൾക്കാണോ നമ്മൾ ഇന്റർവ്യൂ ചെയ്യേണ്ടത് ആ ആളോട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ ചോദിച്ചാൽ. then എക്സ്പീരിമെന്റ്സ്, ഇപ്പൊ ലാബിലൊക്കെ നടത്തുന്ന എക്സ്പീരിമെന്റ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലെ. എന്താണ് നമ്മളൊരു എക്സ്പെരിമെന്റ് നടത്തി നമുക്കൊരു പുതിയൊരു റിസൾട്ട് ഉണ്ടായി. ആ റിസൾട്ട് എന്ന് പറഞ്ഞ എന്താണ്, നമ്മുടെ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ വരുന്നത് ആൻസർ എ ആണ്, പ്രൈമറി ഡാറ്റ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് നോട്ട് എ അഡ്വാൻറ്റേജ് ഓഫ് സെക്കൻഡറി ഡാറ്റ. നോട്ട് എ അഡ്വാൻറ്റേജ് ഓഫ് സെക്കൻഡറി ഡാറ്റ. നമ്മളോട് ഇവിടെ ചോദിച്ചത് നോട്ട് എ അഡ്വാൻറ്റേജ് ഓഫ് സെക്കൻഡറി ഡാറ്റയാണ് അല്ലേ. അതായത് നമ്മളോട് ഈ സെക്കൻഡറി ഡാറ്റയുടെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏത് എന്നാണ്. അപ്പൊ മിക്കവാറും അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഈസി ടു ആക്സസ്, ഓപ്ഷൻ ബി ലോ കോസ്റ്റ്, ഓപ്ഷൻ സി ടൈം സേവിങ് ആൻഡ് ഓപ്ഷൻ ഡി ബയാസ്നെസ്. നമുക്കറിയാം സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് നമുക്കൊരു പ്രൈമറി ഡാറ്റയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒന്നാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഇപ്പൊ എന്തെങ്കിലും പുസ്തകങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്കിത് ഈസി ടു ആക്സസബിൾ ആയിരിക്കും അല്ലെ. വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും അല്ലെ. അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അതിന്റെ അഡ്വാൻറ്റേജ് ആണ് അല്ലെ. ഈസി ടു ആക്സസ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ലോ കോസ്റ്റ് ശരിയാണല്ലേ. ലോ കോസ്റ്റ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്താണ്, ഭയങ്കര കോസ്റ്റ് ഒന്നും നമുക്ക് വരത്തില്ല. കാരണം നമുക്ക് എന്താണ് ഒരു നമ്മൾ ഫീൽഡിൽ പോവണ്ട, ഇന്റർവ്യൂ ചെയ്യണ്ട, നമുക്ക് ബാക്കിയുള്ളവരുടെ ഉള്ളത് നമുക്ക് അങ്ങോട്ട് യൂസ് ചെയ്താൽ മതി. ദെൻ ടൈം സേവിംഗില് അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ ബയാസ്നെസ് അതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, കാരണം തെറ്റുകൾ വരാം. കാരണം നമ്മളൊരു പുസ്തകത്തിൽ എടുക്കുന്നതല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ എഴുതിയ ആളുടെ ഒരു വ്യൂ പോയിന്റിലായിരിക്കും എന്തുണ്ടാവുക, അയാൾ എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ അയാളുടെ വ്യൂ പോയിന്റ് തന്നെ ശരിയാവണം എന്നുണ്ടോ. അപ്പൊ നമ്മളൊരു ഒതന്റിക് ബുക്ക് നമ്മൾ റെഫർ ചെയ്യാന്ന് വിചാരിച്ചോ, ഈ ഓരോ പുസ്തകങ്ങളുടെയും പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എഴുതുന്ന എഴുത്തുകാരന്റെ വ്യൂ പോയിന്റ് ആയിരിക്കും അതിലുണ്ടായിരിക്കുക. ഒരു ഇൻസിഡന്റിനെ കുറിച്ചിട്ട് ആ എഴുത്തുകാരന് എന്ത് വ്യൂ പോയിന്റ് ആണോ വരുന്നത് അതായിരിക്കും ആ ഒരു പുസ്തകത്തിൽ ഉണ്ടായിരിക്കുക. അപ്പൊ ആ ഒരു വ്യൂ പോയിന്റ് ആയിരിക്കില്ല നമുക്ക് ആ ഒരു ഇൻസിഡന്റോട് ഉണ്ടായിരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ബയാസ്നെസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ സെക്കൻഡറി ഡാറ്റയുടെ അഡ്വാൻറ്റേജ് അല്ലാത്ത എന്താണ്, ബയാസ്നെസ് ആണ്. ഈസി ടു ആക്സസും ലോ കോസ്റ്റും ടൈം സേവിങ്ങും അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ മറ്റ് അഡ്വാൻറ്റേജുകളാണ് ഫാസ്റ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്കൻഡറി ഡാറ്റ എടുക്കാൻ പറ്റും. ദെൻ ചീപ്പർ ആണ്.
അല്ലെ, ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ല, ചീപ്പായിട്ട് നമുക്കത് കിട്ടും, ഈസിലി ആക്സസിബിൾ ആണ്. അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് എവിടുന്ന് വേണമെങ്കിൽ ആക്സസിബിലിറ്റി അതിന് ഉണ്ടായിരിക്കും. അപ്പൊ ഫാസ്റ്റർ ആയിട്ട് എടുക്കാൻ പറ്റും, ചീപ്പർ ആയിട്ട് എടുക്കാൻ പറ്റും, ഈസിലി ആക്സസിബിൾ ആണ്, ഈസി ടു ആക്സസ്, ലോ കോസ്റ്റ്, ടൈം സേവിംഗ്. ദീസ് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് സെക്കൻഡറി ഡാറ്റ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റാഡിക്ലിഫ് ബ്രൗൺ സ്റ്റഡീഡ് എബൌട്ട്. റാഡിക്ലിഫ് ബ്രൗൺ സ്റ്റഡീഡ് എബൌട്ട്. റാഡിക്ലിഫ് ബ്രൗൺ എന്തിനെ കുറിച്ചിട്ടാണ് പഠിച്ചതെന്ന് ചോദിച്ചത്. ഓപ്ഷൻ എ ഭാവി, ഓപ്ഷൻ ബി ഇന്ത്യ, ആൻഡ് ഓപ്ഷൻ എ ന്യൂയോർക്ക്, ആൻഡ് ഓപ്ഷൻ ഡി ആൻഡമാൻ നിക്കോബർ ഐലൻഡ്. റാഡിക്ലിഫ് ബ്രൗൺ പഠിച്ചത് ആൻഡമാൻ നിക്കോബർ ഐലൻഡിനെ കുറിച്ചിട്ടായിരുന്നു. അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന്റെ പഠനവും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, പറയാം. കൂടുതലായിട്ടൊന്നും നിങ്ങൾ നോക്കണ്ട, പക്ഷെ എന്തിനെ കുറിച്ചിട്ടാണ് പഠിച്ചത് എന്ന് നോക്കിയാൽ മതി കേട്ടോ. റാഡിക്ലിഫ് ബ്രൗൺ ക്യാരിഡ് ഔട്ട് എക്സ്റ്റെൻസീവ് ഫീൽഡ് വർക്ക് ഇൻ ദ ആൻഡമാൻ ഐലൻഡ്, ഓസ്ട്രേലിയ ആൻഡ് എൽസ്വെയർ. On the basis of this research, he contributed extensively to the anthropological ideas on kinship and criticized Levi-Strauss alliance theory. അദ്ദേഹം ഈ ആൻഡമാൻ ഐലൻഡ്, ഓസ്ട്രേലിയ ഇവിടെയൊക്കെ ഫീൽഡ് വർക്ക് നടത്തിയതിന്റെ ഫലമായിട്ട് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു കാര്യം, ആന്ത്രോപോളജിയിൽ അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും അദ്ദേഹം കോൺട്രിബ്യൂഷൻസ് നൽകിയത് കിൻഷിപ്പ് അഥവാ ബന്ധുത്വം എന്ന് പറയുന്ന ഒരു ഐഡിയക്കായിരുന്നു. ഓക്കെ, ഇതിന് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തൊരു പോയിന്റ് ആയിരുന്നു ക്ലോഡ് ലെവി സ്ട്രോസിന്റെ അലയൻസ് തിയറി. അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ആൻഡമാൻ നിക്കോബർ ഐലൻഡിനെ കുറിച്ചിട്ടാണ് പഠിച്ചത് എന്ന് പഠിച്ചിട്ട് വെക്കാം. കിൻഷിപ്പിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം കോൺട്രിബ്യൂഷൻസ് നൽകിയത്. ക്ലോഡ് ലെവി സ്റ്റാറ്റസ്, ഓക്കെ, ക്ലോഡ് ലെവി സ്ട്രോട്ടസിന്റെ അലയൻസ് തിയറി അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ നമ്മൾ പഠിച്ചു അല്ലെ, എന്താണ് നമ്മൾ അവിടെ അവരുടെ ഒരാളായിട്ട് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒന്നാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ, അത് എന്തിനാണ് സ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്. ഓപ്ഷൻ എ ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസ്, ആൻഡ് ഓപ്ഷൻ ബി ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസ്, ഓപ്ഷൻ സി സർവേ, ആൻഡ് ഓപ്ഷൻ ഡി സെൻസസ്. ആൻസർ വരുന്നത് ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസ് ആണ്. അപ്പൊ എന്താണ് ഈ ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസും എന്താണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസും, സർവേ എന്താണ്, സെൻസസ് എന്താണെന്നൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം. ഇപ്പൊ സെൻസസ് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലെ, സെൻസസ് അല്ലെ നമുക്ക് നടക്കുന്നു, 10 വർഷത്തിലൊക്കെ നടക്കുന്നു. ദെൻ സർവേ എന്താണെന്നൊക്കെ നമുക്കറിയാം. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസും ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസും ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയാണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഗ്യാദേഴ്സ് participant experience, perceptions and behavior. It answers the hows and whys instead of how many or how much. അല്ലെ, ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയാണ് പറഞ്ഞത്. ക്വാളിറ്റി അല്ലെ, നമ്മുടെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ സ്റ്റഡി ചെയ്യുന്നത് അല്ലെ. ഗ്യാദേഴ്സ് പാർട്ടിസിപ്പൻസ് എക്സ്പീരിയൻസ്, അവരുടെ പെർസെപ്ഷൻസ്, അവരുടെ ബിഹേവിയർ. ദെൻ ഇറ്റ് ആൻസേഴ്സ് എങ്ങനെ, എന്തിന്, ഹൗ മനി, ദെൻ ഹൗ മച്ച് തുടങ്ങിയ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഈ ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയിൽ ആൻസർ ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ ന്യൂമറിക്കൽ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അദ്ദേഹത്തിന് അല്ലെ. അപ്പൊ അതിങ്ങനെ വളരെ ഡിസ്ക്രൈബ് ചെയ്ത് നമുക്ക് പറയേണ്ട, എസോനോ ഒന്നും അല്ല, നമുക്ക് വളരെ ഡിസ്ക്രൈബ് ചെയ്ത് പറയേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയിൽ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് പറയുന്നത്. അതാണ് ക്വാളിറ്റേറ്റീവ് സ്റ്റഡി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി അല്ലേ, ക്വാണ്ടിറ്റിയിലെ അളവ്, ക്വാണ്ടിറ്റി മെഷറിങ്, നമ്മുടെ ഒരു ന്യൂമറിക്കൽ ഫാക്ട്, അതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഈസ് ദ പ്രോസസ് ഓഫ് കളക്ടിങ് ആൻഡ് അനലൈസിങ് ന്യൂമറിക്കൽ ഡാറ്റ അല്ലെ. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ഡാറ്റയെ കളക്ട് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂമറിക്കൽ ഡാറ്റയെ അനലൈസ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് എന്താണ്, എക്സ്പീരിയൻസും പെർസെപ്ഷൻസും ബിഹേവിയറും ഒക്കെയാണ് ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയിൽ പറയുന്നതെങ്കിൽ, ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡിയിൽ പറയുന്നത് ന്യൂമറിക്കൽ ഡാറ്റയുടെ കളക്ടിങ്ങും അനലൈസിംഗ് ഒക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡിയിൽ വരുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയാണ് അല്ലെ. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, നമ്മൾ ഏതിനാണോ ഇന്റർവ്യൂ ചെയ്യുന്നത്, ആ ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ അവരുടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ പെർസെപ്ഷൻസ്, അവരുടെ ബിഹേവിയറുടെ, അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. നോട്ട് ഓൺലി ദ ന്യൂമറിക്കൽ കാറ്റ്, we can also gather the data about their day-to-day activities and their behavior, their experience. അങ്ങനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് സെക്കൻഡറി ഡാറ്റ അല്ലെ, നോട്ട് എ പാർട്ട് ഓഫ് സെക്കൻഡറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റയുടെ പാർട്ട് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ റിപ്പോർട്ട്, ഓപ്ഷൻ ബി ബുക്സ് ആൻഡ് ഓപ്ഷൻ സി മാർക്കറ്റ് സർവീസ്, ഓപ്ഷൻ ഡി അബ്സ്ട്രാക്ട്. സെക്കൻഡറി ഡാറ്റയുടെ പാർട്ട് അല്ലാത്തത് ആൻസർ സി ആണ്, മാർക്കറ്റ് സർവീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡാറ്റ കളക്ഷൻ മെത്തേഡ്. താഴെ തന്നിരിക്കുന്നതിൽ നോട്ട് എ ഡാറ്റ കളക്ഷൻ മെത്തേഡ് അല്ലെ, ഡാറ്റ കളക്ഷൻ മെത്തേഡ് അല്ലാത്തത് ഏത്, നോട്ട് എ ഡാറ്റ കളക്ഷൻ മെത്തേഡ്, ഡാറ്റ കളക്ഷൻ മെത്തേഡ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ റിസർച്ച് ക്വസ്റ്റ്യൻസ്, ഓപ്ഷൻ ബി അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആൻഡ് ഓപ്ഷൻ സി പോസ്റ്റൽ സർവേ ക്വസ്റ്റ്യൻസ് ആൻഡ് ഓപ്ഷൻ ഡി പാർട്ടിസിപ്പേറ്റ് ഒബ്സർവേഷൻ. ഡാറ്റ കളക്ഷൻ മെത്തേഡ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം അല്ലെ, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഉണ്ട്. നമുക്ക് രണ്ട് വഴിയും എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. പോസ്റ്റൽ സർവേ ക്വസ്റ്റ്യൻ അയച്ചു കൊടുത്തിട്ട് അല്ലെ, പോസ്റ്റ് വഴി ക്വസ്റ്റ്യനെയർ അയച്ചു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. പാർട്ടിസിപ്പേറ്റ് ഒബ്സർവേഷനിലെ നമ്മൾ ഒരു കൂട്ടത്തിൽ കൂടിയിട്ട് അവരെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അവരെ ഒബ്സർവ് ചെയ്തിട്ട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. റിസർച്ച് ക്വസ്റ്റ്യൻ അല്ലെ, റിസർച്ച് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റില്ല. റിസർച്ച് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഡെലിവറി ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻസ് കൊണ്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെലിവറി ചെയ്യണം അല്ലെ, അവിടെ പോയിട്ട് നമ്മൾ ഉപയോഗിക്കണം അല്ലെ. ആ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, നമ്മളത് എന്ത് ചെയ്യണം, ഇന്റർവ്യൂ ആയിട്ട് ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ ഇന്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ ശരിയായനെ, പക്ഷെ ഇത് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരിക്കലും ഒരു ഡാറ്റ കളക്ഷൻ മെത്തേഡ് എന്ന് പറയാൻ പറ്റത്തില്ല. ക്വസ്റ്റ്യൻ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം, പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യണം, ഡെലിവറി ചെയ്യണം ത്രൂ ഇന്റർവ്യൂ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ അതിനെ ഡെലിവറി നമ്മൾ ആരെയാണോ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് അവരിലേക്ക് നമ്മൾ എത്തിക്കണം. അപ്പൊ മാത്രമാണ് ഒരു ഡാറ്റ കളക്ഷൻ മെത്തേഡ് ആവുന്നത്. ഇപ്പൊ പോസ്റ്റൽ സർവേ ക്വസ്റ്റ്യനേഴ്സും അപ്പൊ അങ്ങനെയല്ലേ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പോസ്റ്റ് വഴി ക്വസ്റ്റ്യനെയർ അയച്ചു കൊടുക്കുന്നു. അതെന്തിനാണ്, നമുക്കത് ചെയ്യാനുള്ളതാണ്, ആ ക്വസ്റ്റ്യനെയർ നമുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പൊ അത് ക്വസ്റ്റ്യനെയർ എന്ത് ചെയ്യുന്നു, നമ്മൾ അയച്ചോണ്ട് തിരിച്ച് ഇങ്ങോട്ടും അയക്കുന്നു, നമുക്ക് ഡാറ്റ കിട്ടി. ഓക്കെ, അപ്പൊ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂവിനും പോസ്റ്റൽ സർവേ ക്വസ്റ്റ്യനേഴ്സും അതേപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ഒബ്സർവേഷനും എന്താണ്, ഒരു ഡാറ്റ കളക്ഷൻ മെത്തേഡ് ആണ്. റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ റിസർച്ച് ക്വസ്റ്റ്യൻ ഈസ് ദ ക്വസ്റ്റ്യൻ അറൌണ്ട് വിച്ച് യു സെന്റർ യുവർ റിസർച്ച്, അതിനെയാണ് റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡാഷ് ഈസ് എ കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് എ സോഷ്യൽ യൂണിറ്റ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട ഒന്നാണ് കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് എ സോഷ്യൽ യൂണിറ്റ് അല്ലെ. ഒരു സോഷ്യൽ യൂണിറ്റിനെ കുറിച്ചിട്ട് നമ്മൾ കോംപ്രഹെൻസീവ് സ്റ്റഡി നടത്തുന്നത് എന്താണ്, കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് എ സോഷ്യൽ യൂണിറ്റ്, ഒരു സോഷ്യൽ യൂണിറ്റിനെ കുറിച്ചിട്ടുള്ള കോംപ്രഹെൻസീവ് സ്റ്റഡി എന്താണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് കണ്ടന്റ് അനാലിസിസ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, ഓപ്ഷൻ സി എന്ന് പറയുന്നത് കേസ് സ്റ്റഡി ആൻഡ് ഓപ്ഷൻ ഡി ക്വാളിറ്റേറ്റീവ് സ്റ്റഡി. ഇവിടെ ആൻസർ എന്താ പറയുന്നത്, ആൻസർ സി കേസ് സ്റ്റഡി ആണ് വരുന്നത്. അപ്പൊ കേസ് സ്റ്റഡിയെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കേസ് സ്റ്റഡി പലതരത്തിൽ, ഇനി നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കേസ് സ്റ്റഡിയെ കുറിച്ചിട്ട് നോക്കാറുണ്ട്. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ യൂണിറ്റ്, എന്തെങ്കിലും ഒരു ഇവന്റ് ആയിക്കോട്ടെ, ഒരു ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, അവരെ കുറിച്ചിട്ട് വളരെ കോംപ്രഹെൻസീവ്ലി നമ്മൾ പഠിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കേസ് സ്റ്റഡി എന്ന് പറയുന്നത് അല്ലെ. എ കേസ് സ്റ്റഡി ഈസ് ആൻ ഇൻ ഡെപ്ത് സ്റ്റഡി ഓഫ് വൺ പേഴ്സൺ, ഗ്രൂപ്പ് ഓർ ഇവന്റ്. ഒരു കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു പേഴ്സണെ കുറിച്ചിട്ടോ ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ടോ ഒരു ഇവന്റിനെ കുറിച്ചിട്ടോ നമ്മൾ വളരെ ഇൻ ഡെപ്ത് ആയിക്കൊണ്ട് അല്ലെ, ആഴത്തിൽ നമ്മൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു A to Z കാര്യങ്ങളെ നമ്മൾ വളരെ ഡെപ്ത് ആയിക്കൊണ്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇപ്പോ ഒരു പേഴ്സണെ കുറിച്ചിട്ടോ ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ടോ ഒരു ഇവന്റിനെ കുറിച്ചിട്ടോ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻ ഡെപ്ത് ആയിക്കൊണ്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഡാറ്റ കളക്ഷൻ മെത്തേഡ്. താഴെ തന്നിരിക്കുന്നതിൽ ഡാറ്റ കളക്ഷൻ മെത്തേഡ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, ഓപ്ഷൻ ബി അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, ഓപ്ഷൻ സി പോസ്റ്റൽ സർവേ ക്വസ്റ്റ്യനേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ തന്നിട്ടുണ്ട്, പോസ്റ്റൽ സർവേ ക്വസ്റ്റ്യനേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം അല്ലെ എന്താണ് ഈ പറയുന്ന ഡാറ്റ കളക്ഷൻ മെത്തേഡ് നമുക്കറിയാം. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണോ, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, പോസ്റ്റൽ സർവേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കറിയാം. എന്താണത്, അതൊക്കെ ഒരു തരത്തിലുള്ള ഡാറ്റ കളക്ഷൻ മെത്തേഡ് ആണ് അല്ലെ. അതൊക്കെ എന്താണ്, ഡാറ്റ കളക്ഷൻ
മെത്തേഡ് തന്നെയാണ്. കാരണം പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ വഴി നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. പോസ്റ്റൽ സർവേ ക്വസ്റ്റ്യൻസ് വഴി നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേസ് സ്റ്റഡി മെത്തേഡ് ഇൻവോൾവ്സ്. കേസ് സ്റ്റഡി മെത്തേഡ് ഇൻവോൾവ് ചെയ്യുന്ന എന്താണ്, കേസ് സ്റ്റഡി മെത്തേഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഒബ്സർവേഷൻ, ഓപ്ഷൻ ബി ജസ്റ്റ് ആൻ ഐഡിയ, ഓപ്ഷൻ സി ഇൻ ഡെപ്ത് സ്റ്റഡി ആൻഡ് ഓപ്ഷൻ ഡി സർവേ. ഇതിൽ ആൻസർ ചെയ്യാണ് വരുന്നത്. നമ്മൾ ഇതിന് മുന്നേ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞത് ഇൻ ഡെപ്ത് സ്റ്റഡി ഓഫ് എ പേഴ്സൺ, ഗ്രൂപ്പ് ഓർ ഇവന്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻ ഡെപ്ത് സ്റ്റഡിയാണ്. ഓക്കെ, കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ഇൻ ഡെപ്ത് സ്റ്റഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫ്യൂ സെന്റൻസസ് ഓർ സംതിങ് ലോങ്ങർ സച്ച് ആസ് സ്പീച്ച്, പാരഗ്രാഫ്, എസ്സേ ഇൻവോൾവ്സ്. എ ഫ്യൂ സെന്റൻസസ് ഓർ സംതിങ് ലോങ്ങർ സച്ച് ആസ് സ്പീച്ച്, പാരഗ്രാഫ്, എസ്സേ ഇൻവോൾവ് ചെയ്യുന്ന എന്താണ്. ഇപ്പൊ നമ്മൾ ഒരു സെന്റൻസ് നമ്മൾ പറയുന്നു അല്ലെ, ഒരു സെന്റൻസ് നമ്മളിങ്ങനെ പറയുന്നു. ദെൻ അതൊരു ലോങ് സ്പീച്ച് ആയിരിക്കും, ലോങ് പാരഗ്രാഫ് ആയിരിക്കും, ലോങ് എസ്സേ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, ഒരു വ്യക്തിയുണ്ട്, നിങ്ങളിപ്പോ അവിടെ പോയപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സ്കൂൾ എക്സ്പീരിയൻസ് എന്താണ്, നമ്മളൊരു സെന്റൻസ് ആയിട്ട് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് എന്താണ്, അത് എന്ത് തരത്തിലൊരു ക്വസ്റ്റ്യൻ ആണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനെയർ ആൻഡ് ഓപ്ഷൻ ബി ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യനെയർ, ഓപ്ഷൻ സി സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ ആൻഡ് ഓപ്ഷൻ ഡി അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ. 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെയർ നമ്മൾക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഓരോന്നും നോക്കാം. ഇവിടെ ആൻസർ വരുന്നത്, ആൻസർ ചെയ്യാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനെയർ ആണ്. നമുക്ക് എന്താണ് ഓപ്പൺ എൻഡഡ്, എന്താണ് ക്ലോസ്ഡ് എൻഡഡ് ആൻഡ് എന്താണ് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ, എന്താണ് അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് allow participant to give a free form text answer. ഫ്രീ ഫോം ടെക്സ്റ്റ് ആൻസർ. നിങ്ങളുടെ സ്കൂൾ മെമ്മറി, നിങ്ങളുടെ ഫസ്റ്റ് സ്കൂൾ ഡേ എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ള നമ്മൾ ഒരാൾ ചോദിക്കുന്നത്. ഇപ്പോൾ പറയും ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയില്ലേ. ദാറ്റ് ഈസ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. നമ്മൾ വളരെ ഓപ്പൺ ആയിട്ട് അയാൾക്ക് എന്ത് കാര്യം പറയാനുള്ള ഓപ്പൺ ആയിട്ട് അയാൾക്ക് പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കുകയാണ് അല്ലെ. ആ ഒരു ചോദ്യത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം നമുക്ക് പറയാം അല്ലെ. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇതിനോടുള്ള അഭിപ്രായം എന്താണ്, അങ്ങനെ നമ്മൾ ചോദിക്കുമല്ലോ. അപ്പൊ അയാളുടെ അഭിപ്രായം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അയാൾ പറയും. അതാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ഭയങ്കര ലോങ് പാരഗ്രാഫ് ആയിട്ടോ എസ്സേ ആയിട്ടോ നമ്മളൊരു വലിയൊരു ഫ്യൂ സെന്റൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വലിയൊരു സെന്റൻസ് ആയിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അതിന് ഭയങ്കര വലിയൊരു റെസ്പോൺസിലേക്ക് ഒരു നല്ല സ്പീച്ച് ആയിട്ടോ എസ്സേ ആയിട്ടോ ഒരു പാരഗ്രാഫ് ആയിട്ടോ നമുക്ക് എന്ത് കിട്ടുന്നു, ആൻസർ കിട്ടുന്നതാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അടുത്തത് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് റെസ്ട്രിക്ട് പാർട്ടിസിപ്പന്റ് ടു വൺ ഓഫ് എ ലിമിറ്റഡ് സെറ്റ് ഓഫ് പോസിബിൾ ആൻസേഴ്സ്. ഇപ്പോ യെസ് ഓർ നോ, അഗ്രി, ഐ നോട്ട് അഗ്രി, അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. അതാണ് ക്ലോസ്ഡ് എൻഡഡ്. ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ അല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ, അങ്ങനെ വളരെ ക്ലോസ്ഡ് ആയിട്ട് ആൻസർ പറയുന്നതാണ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ അല്ലെ. ഈസ് എ ഡോക്യുമെന്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു കളക്ട് ഡാറ്റ ഫ്രം റെസ്പോണ്ടൻസ്. സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഇസ് എ ഡോക്യുമെന്റ് ദാറ്റ് യൂസ്ഡ് ടു കളക്ട് ഡാറ്റ ഫ്രം റെസ്പോണ്ടൻസ്. എന്താണ്, നമുക്കൊരു ഭയങ്കര സ്ട്രക്ചേർഡ് ഉണ്ടായിരിക്കും. ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് ഇപ്പൊ ആ ക്വസ്റ്റ്യനെ റിലേറ്റ് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചു പോകുന്നു. ചിലപ്പോൾ നമുക്ക് യെസ് ഓർ നോ മാത്രമേ കിട്ടത്തുള്ളൂ. അത്ര മാത്രം ഇപ്പൊ നിങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ടോ, ഓക്കെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഇത് എത്രത്തോളം ഉണ്ട്, അപ്പൊ ഇത്ര 1 to 10 അങ്ങനെ നമ്മൾ വളരെ റെസ്പോണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നതാണ് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ. അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നതാണ് കളക്ട് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ക്വാളിറ്റേറ്റീവ് സ്റ്റഡി നമ്മൾ എന്താ പറഞ്ഞത്, അതുപോലെ തന്നെയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞത്. നമുക്ക് എന്താണ് അതിന്റെ ക്വാളിറ്റി പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനാണ് ഈ ക്വാളിറ്റേറ്റീവ് ഡാറ്റ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊരു അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ ആണ്. ചിലപ്പോ ആൾ പറഞ്ഞ എന്റെ ഫസ്റ്റ് സ്കൂൾ മെമ്മറി ഇങ്ങനെയാ എന്താ ചോദിച്ചു പറഞ്ഞു, ഒരു സാറെ കുറിച്ചിട്ട് ഒരു അധ്യാപകൻ ഒരു അധ്യാപികയെ കുറിച്ചിട്ട് പറഞ്ഞു. നമ്മൾ അതിൽ നിന്നൊരു സ്പോട്ടിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. ഓക്കെ, ആ അധ്യാപികയെ നിങ്ങൾ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് റെസ്പോൺസ് എന്തായിരിക്കും, അങ്ങനത്തെ രീതിയിൽ നമ്മൾ പിന്നീട് അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമല്ലോ. നമ്മൾ മുൻകൂട്ടി ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, പ്രീ സെറ്റ് ഒന്നും ചെയ്തില്ല. അതായത് നമ്മൾ അവർ പറയുന്ന ആൻസറിൽ നിന്ന് നമ്മൾ അപ്പൊ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതാണ് അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻസ് വിത്ത് ഓൺലി യെസ് ഓർ നോ.
ഞാൻ ഇതിന് മുന്നേ പറഞ്ഞു. യെസ് ഓർ നോ അല്ലെ, ക്വസ്റ്റ്യൻസ് വിത്ത് ഓൺലി യെസ് ഓർ നോ. യെസ് ഓർ നോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനർ, ഓപ്ഷൻ ബി ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യനർ, ഓപ്ഷൻ സി സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനർ, ഓപ്ഷൻ ഡി അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനർ. ആൻസർ വരുന്നത് ആൻസർ ബി ആണ്. ഇത് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ അല്ലെ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് മാത്രമേ ക്ലോസ്ഡ് എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ? യെസ് അല്ലെങ്കിൽ നോ അല്ലെ, നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നോ? അങ്ങനെ നമ്മൾ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യനിൽ. അവിടെ യെസ് ഓർ നോ മാത്രമായിട്ട് അല്ലെങ്കിൽ അഗ്രി അല്ലെങ്കിൽ നോട്ട് അഗ്രി അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. Then pre-set of question is pre-set of questions. നമ്മൾ ക്വസ്റ്റ്യൻസ് മുന്നേ സെറ്റ് ചെയ്ത് വെക്കുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ കേസ് സ്റ്റഡി ആൻഡ് ഓപ്ഷൻ ബി ഇന്റർവ്യൂ, ഓപ്ഷൻ സി ഒബ്സർവേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ക്വസ്റ്റ്യനർ. മുന്നേ സെറ്റ് ചെയ്ത് വെക്കുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ക്വസ്റ്റ്യനർ എന്നാണ് വിളിക്കുന്നത്. ക്വസ്റ്റ്യനർ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. പ്രീ സെറ്റ് ഓഫ് ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ക്വസ്റ്റ്യനർ എന്നാണ് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഡിഫൈൻഡ് കേസ് സ്റ്റഡി ഡീപ്പൻസ് പെർസെപ്ഷൻ ആൻഡ് ഗിവ്സ് എ ക്ലിയർ ഇൻസൈറ്റ് ഇൻ ടു ലൈഫ്. കേസ് സ്റ്റഡിയെ ഒരു കേസ് സ്റ്റഡിയുടെ ഒരു ഡെഫിനേഷൻ ആണ് തന്നിട്ടുള്ളത്. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റഡി അല്ലെങ്കിൽ ഇറ്റ് ഡീപ്പൻസ് പെർസെപ്ഷൻ ആൻഡ് ഗിവ് ക്ലിയർ ഇൻസൈറ്റ് ഇൻ ടു ദ ലൈഫ്. ഒരു വളരെ ആഴത്തിലുള്ള ഒരു ധാരണ അല്ലെ, ഡീപ്പൻസ് പെർസെപ്ഷൻ, അതേപോലെ തന്നെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ക്ലിയർ ഇൻസൈറ്റ് തരുന്നതിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇതാരാണ് ഡിഫൈൻ ചെയ്യുന്നത് അല്ലെ? ക്ലിയർ ഇൻസൈറ്റ് ഇൻ ടു ലൈഫിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ ഇൻസൈറ്റ് തരുന്നു. അതേപോലെ തന്നെ ഡീപ്പൻസ് പെർസെപ്ഷൻ, ഇതൊക്കെയാണ് കേസ് സ്റ്റഡി എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ സി എച്ച് കോലെ ആൻഡ് ഓപ്ഷൻ സി ഗൂഡ് ആൻഡ് ഓപ്ഷൻ സി ഹാർട്ട് ആൻഡ് ഓപ്ഷൻ ഡി പോളിൻ യങ്. ഇവിടെ ആൻസർ വരുന്നത് ആൻസർ എ ആണ്. സി എച്ച് കൂലെയാണ് കേസ് സ്റ്റഡിയെ കുറിച്ച് ഇത്തരത്തിലുള്ള ഡെഫിനേഷന് നൽകിയിട്ടുണ്ടായിരുന്നത്. അടുത്തതാണ് പ്രൈമറി ഡാറ്റ മീൻസ്. പ്രൈമറി ഡാറ്റ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻസ് എ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻസ്. കേൾക്കുമ്പോൾ തന്നെ അറിയാം അതല്ല അല്ലേ, ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് നമുക്കറിയാം. Then B, information collected for the first time. C, information from another disease. Information from documents. Another disease. അവിടെ തന്നെ നമുക്കറിയാം അതല്ല. ഇൻഫർമേഷൻ ഫ്രം ഡോക്യുമെന്റ്സ് അതുമല്ല. എന്താണ് ശരി? ആൻസർ ബി ആണ് ശരി അല്ലെ. ഇൻഫർമേഷൻ കളക്റ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം അല്ലെ. നമ്മള് ഫസ്റ്റ് ടൈം ആയിക്കൊണ്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ഒന്നാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഇതൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ്. ഓക്കെ, ഇൻഫർമേഷൻസ് ഫസ്റ്റ് ടൈം കളക്ട് ചെയ്യുന്നതാണ് പ്രൈമറി ഡാറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് കേസ് സ്റ്റഡി മെത്തേഡ് ഇൻവോൾവ്സ്. കേസ് സ്റ്റഡി മെത്തേഡ് എന്താണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ എ ഒബ്സർവേഷൻ, ഓപ്ഷൻ ബി ജസ്റ്റ് ആൻ ഐഡിയ, ഓപ്ഷൻ സി ഇൻ ഡെപ്ത് സ്റ്റഡി ആൻഡ് ഓപ്ഷൻ ഡി സർവേ. ഒബ്സർവേഷൻ ആണോ, ജസ്റ്റ് ആൻ ഐഡിയ ആണോ, ഇൻ ഡെപ്ത് സ്റ്റഡി ആണോ, സർവേ ആണോ? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ ഡെപ്ത് സ്റ്റഡി ആണ് അല്ലെ. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ള ഒരു പഠനമാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സാമ്പിളിംഗ് മീൻസ് അല്ലെ. സാമ്പിളിംഗ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു വലിയൊരു യൂണിറ്റിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒരുപാട് ആൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സാമ്പിളിംഗ് ചെയ്യും അല്ലെ. എന്താണ്, കുറച്ച് ആളുകൾ അതിൽ നിന്ന് എടുക്കും, എന്നിട്ട് അവരെ കുറിച്ചിട്ട് പഠിക്കും അല്ലെ. അപ്പൊ ഓപ്ഷൻ എ സെലക്ടിങ് എവറി യൂണിറ്റ്, ബി selection of some unit, C selecting all the unit irrespective of their quality, and D studying and conducting surveys. Okay, selecting every unit, option B selection of some unit, option C selecting all the unit irrespective of their quality, then option D studying and conducting surveys. ആൻസർ വരുന്നത് ആൻസർ ബി ആണ്, സെലക്ഷൻ ഓഫ് സം യൂണിറ്റ് അല്ലെ. നമുക്കൊരു വലിയൊരു ഇതിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് പേരെ എടുത്തിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ദ ടേം ഡാറ്റ കെയിം ഫ്രം ദ ലാറ്റിൻ റൂട്ട് ടേം. ലാറ്റിൻ പദമായ ഒരു പദത്തിൽ നിന്നാണ് ഡാറ്റ എന്ന് പറയുന്ന വാക്കുണ്ടായത്. ഡാറ്റ എന്ന് പറയുന്ന വാക്ക് ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ആ ലാറ്റിൻ പദം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്ന ആൻസർ സി ആണ്, ഡാറ്റം. ഡാറ്റം എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഡാറ്റ എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഡാറ്റം എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഡാറ്റ അല്ലെ, വിവരം എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് വൺ ഈസ് ദ ട്രൂ എക്സാമ്പിൾ ഓഫ് പ്രൈമറി ഡാറ്റ ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. വിച്ച് വൺ ഈസ് ദ ട്രൂ എക്സാമ്പിൾ ഓഫ് അല്ലെ, ശരിയായ എക്സാമ്പിൾ ഓഫ് പ്രൈമറി ഡാറ്റ. താഴെ തന്നിരിക്കുന്നതിലെ പ്രൈമറി ഡാറ്റയുടെ ട്രൂ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്.
പറയുന്നത്? ഓപ്ഷൻ എ ജേർണൽ, ഓപ്ഷൻ ബി ബുക്ക് ആൻഡ് ഓപ്ഷൻ സി സെൻസസ് റിപ്പോർട്ട്, ഓപ്ഷൻ ഡി ന്യൂസ് പേപ്പർ. നമുക്കറിയാം ജേർണൽ ഒരിക്കലും പ്രൈമറി ഡാറ്റ അല്ല അല്ലെ. ജേർണൽ എന്തായിരിക്കും? ഒരു സെക്കൻഡറി ഡാറ്റ ആയിരിക്കും ജേർണൽ എന്ന് പറയുന്നത്. ബുക്ക് എന്തായിരിക്കും? സെക്കൻഡറിയോ ടെർഷ്യറിയോ ഒക്കെ ആയിരിക്കാം അല്ലെ. സെൻസസ് റിപ്പോർട്ട് എങ്ങനെയാണ്? നമ്മൾക്ക് നേരിട്ട് വന്ന് നമ്മുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് സെൻസസ് റിപ്പോർട്ട് ഒരു പ്രൈമറി ഡാറ്റയാണ്. ന്യൂസ് പേപ്പർ എന്താണ്? നമ്മൾ കളക്ട് ചെയ്തിട്ട് പിന്നീട് അത് ഇതിലോട്ട് ഉൾപ്പെടുത്തും. നമ്മൾ പല റെഫറൻസ് ഒക്കെ ചെയ്തിട്ടാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അത് എന്താണ്? ഒരു സെക്കൻഡറിയോ ടെർഷ്യറിയോ ഒക്കെ ആണ്. അപ്പൊ സെൻസസ് റിപ്പോർട്ടാണ് ഇവിടെ ട്രൂ എക്സാമ്പിൾ ഓഫ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ആൻസർ സി. പിന്നെ അടുത്താണ് വാട്ട് ഈസ് ഇറ്റ് കോൾഡ് വെൻ ദ ഡാറ്റ ഈസ് സോഴ്സ്ഡ് ഫ്രം ദ പ്ലേസ് ഓഫ് ഒറിജിൻ അല്ലെ. പ്ലേസ് ഓഫ് ഒറിജിൻ. നമ്മളൊരു ഒരു ഡാറ്റയെ അത് ഉത്ഭവിച്ച സ്ഥലത്ത് തന്നെ നമ്മൾ അതിന്റെ സോഴ്സ് ആക്കി എടുത്തുകൊണ്ട് കളക്ട് ചെയ്യുന്ന ഒരു ഡാറ്റയെ നമ്മൾ എന്താണ് പറയുന്നത്? പ്ലേസ് ഓഫ് ഒറിജിൻ. അതാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. പ്ലേസ് ഓഫ് ഒറിജിൻ അല്ലെ. അത് ഒറിജിൻ ചെയ്ത പ്ലേസ് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡാറ്റയുടെ സോഴ്സ് എടുക്കുക അല്ലെ. ഓപ്ഷൻ എ സെക്കൻഡറി, ഓപ്ഷൻ ബി പ്രൈമറി, ഓപ്ഷൻ സി സെക്കൻഡറി ആൻഡ് പ്രൈമറി ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ഇതിൽ ഏതാണ് ഈ പറയുന്ന പ്ലേസ് ഓഫ് ഒറിജിൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് പ്രൈമറി ഡാറ്റ അല്ലെ. കാരണം നമുക്കറിയാം ഒരു ഇവന്റ് നടന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ഇവന്റ് നടന്നാൽ ആ ഇവന്റിന്റെ ആ ഒരു പ്ലേസ് ഓഫ് ഒറിജിനിൽ നമ്മൾ പോയിട്ട് അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് അല്ലെ. പ്ലേസ് ഓഫ് ഒറിജിനിൽ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസർ ബി പ്രൈമറി ആണ്. പ്രൈമറി ഡാറ്റയാണ് അത് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ് കോൾഡ് വെൻ ദ ഡാറ്റ ഈസ് when the data source is gathered and compiled with others? What is it called when the data source is gathered and compiled with others? അല്ലെ. എന്താണ് ഡാറ്റ സോഴ്സ് ഗ്യാദർ ചെയ്യുന്നതും കമ്പയർഡ് വിത്ത് അതേഴ്സ് നമ്മൾ എന്താണ് പറയുന്നത് അല്ലെ. അതായത് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഡാറ്റ സോഴ്സ് ഗ്യാദർ ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ പ്രൈമറി ഡാറ്റ, ഓപ്ഷൻ ബി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, ഓപ്ഷൻ സി സെക്കൻഡറി ഡാറ്റ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഇതിൽ ഏതാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഡാറ്റ ഗ്യാദർ ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് ഡാറ്റ കമ്പയർ ചെയ്യുന്നത്? നമുക്കറിയാം മറ്റുള്ളവരെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്കറിയാം അവിടെ എന്തായിരിക്കും? ആൻസർ സി ആണ് വരുന്നത്. സെക്കൻഡറി ഡാറ്റ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ ഈസ് കോൾഡ്. ദ മെത്തേഡ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ ഈസ് കോൾഡ് അല്ലെ. പ്രൈമറി ഡാറ്റ മെത്തേഡ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ എന്നത് എന്താണ് അതിനെ വിളിക്കുന്നത്? പ്രൈമറി ഡാറ്റ മെത്തേഡ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അല്ലെങ്കിൽ അത് എന്തൊക്കെയാണ് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനെയർ ആൻഡ് സ്കെഡ്യൂൾ മെത്തേഡ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ആൻഡ് ഇന്റർവ്യൂ മെത്തേഡ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് നൺ ഓഫ് ദി എബോവ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ഓക്കെ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനെയർ ആൻഡ് സ്കെഡ്യൂൾ മെത്തേഡ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ആൻഡ് ഇന്റർവ്യൂ മെത്തേഡ്, ഓപ്ഷൻ സി നൺ ഓഫ് ദി എബോവ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ഇവിടെ എന്താണ് നൺ ഓഫ് ദി എബോവ് എന്ന് നമുക്ക് കൊടുക്കണ്ട, കാരണം നമ്മുടെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു മിസ് മാച്ച് വന്നതാണ്. ഇവിടെ എന്താണ് എയും ബിയും അല്ലെ. ഓൾ ഓഫ് ദി എബോവ് എയും ബിയും ക്വസ്റ്റ്യനെയർ, സ്കെഡ്യൂൾഡ് മെത്തേഡ്, ഒബ്സർവേഷൻ, ഇന്റർവ്യൂ മെത്തേഡ് ഒക്കെ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രൈമറി ഡാറ്റയെ കളക്ട് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ദ പ്രൈമറി ഡാറ്റ ഈസ് ഗ്യാതേർഡ് ത്രൂ. പ്രൈമറി ഡാറ്റ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഗ്യാതർ ചെയ്യാൻ പറ്റുക, നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുക? എന്താണ്? ഓപ്ഷൻ എ സർവേ, ഓപ്ഷൻ ബി എക്സ്പെരിമെന്റ്, ഓപ്ഷൻ സി ബോത്ത് ഓപ്ഷൻ എ ആൻഡ് ബി ആൻഡ് ഡി നൺ ഓഫ് ദി ഓപ്ഷൻ എ ആൻഡ് ബി അല്ലെ. ഇവിടെ നമുക്കറിയാം എങ്ങനെയാണ് പ്രൈമറി ഡാറ്റ ഗ്യാദർ ചെയ്യുന്നത് ചോദിച്ചത്. സർവേ വഴി നമുക്ക് പ്രൈമറി ഡാറ്റ ഗ്യാദർ ചെയ്യാൻ പറ്റുമോ? ഗ്യാദർ ചെയ്യാൻ പറ്റില്ലേ. സർവേ നമ്മൾ നേരിട്ട് പോയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് അത് വഴി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്പെരിമെന്റ്, ഞാൻ മുന്നേ പറഞ്ഞിരുന്നു എക്സ്പെരിമെന്റ് അല്ലെ. എക്സ്പെരിമെന്റ് വഴി നമുക്ക് എന്താണ് പ്രൈമറി ഡാറ്റയാണ് കിട്ടുന്നത്. നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൈമറി ഡാറ്റയാണ്. അപ്പൊ ബോത്ത് ഓപ്ഷൻ എ ആൻഡ് ബി ഈസ് ദ ആൻസർ അല്ലെ. സർവേയും എക്സ്പെരിമെന്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും.
അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡാറ്റ കളക്ടഡ് ഫ്രം ആൻ ആർക്കൈവ് ഓർ ദ റെക്കോർഡ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് കോൾഡ്. ഡാറ്റ കളക്ടഡ് ഫ്രം ആൻ ആർക്കൈവിലെ ഡാറ്റ കളക്ടഡ് ഫ്രം ആൻ ആർക്കൈവ് ഓർ ദ റെക്കോർഡ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ അല്ലെ, ഒരു റെക്കോർഡ്സ് ഒരു ഓർഗനൈസേഷന്റെ റെക്കോർഡിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത് അല്ലെ. ഡാറ്റ കളക്ടഡ് ഫ്രം ആൻ ആർക്കൈവ് ഓർ ദ റെക്കോർഡ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് കോൾഡ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇന്റേണൽ ഡാറ്റ, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് സെക്കൻഡറി ഡാറ്റ, ഓപ്ഷൻ സി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡാറ്റ, ദെൻ ഓപ്ഷൻ ഡി പ്രൈമറി ഡാറ്റ. ഇതിൽ ഏതാണ് നമ്മൾ ആർക്കൈവിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ഡാറ്റ കളക്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ റെക്കോർഡിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി പ്രൈമറി ഡാറ്റയാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഇൻക്ലൂഡ്സ് അല്ലെ. ക്വാളിറ്റേറ്റീവ് ഡാറ്റ നമ്മൾ മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഇൻക്ലൂഡ് ചെയ്യുന്നത് എവറി മേജർ ആൻഡ് മൈനർ ഡീറ്റെയിൽ ഓഫ് എ സബ്ജക്റ്റ്. എവറി മേജർ ആൻഡ് മൈനർ ഡീറ്റെയിൽ ഓഫ് എ സബ്ജക്റ്റ്. ഓപ്ഷൻ ബി ന്യൂമറിക്കൽ ആൻഡ് പെർസെന്റൽ ഇൻഫർമേഷൻ ഓഫ് എ സബ്ജക്റ്റ്. ഓപ്ഷൻ സി ബോത്ത് ഓഫ് ദം ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദം അല്ലെ. ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്താണ്? എവറി മേജർ ആൻഡ് മൈനർ ഡീറ്റെയിൽ ഓഫ് എ സബ്ജക്റ്റ് ആണ്. ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ മേജർ ആയിട്ടുള്ള മൈനർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ, മേജർ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ മൈനർ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് ഡാറ്റയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എ ടെലഫോണിക് ഇന്റർവ്യൂ ടേക്ക് ലെസ് ടൈം ദാൻ എ മെയിൽഡ് ക്വസ്റ്റ്യനെയർ അല്ലെ. ഒരു മെയിൽഡ് ക്വസ്റ്റ്യനെയറെക്കാട്ടിലും കൂടുതൽ കുറഞ്ഞ ടൈമാണ് ടെലഫോണിക് ഇന്റർവ്യൂവിന് എടുക്കുന്നത്. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഓപ്ഷൻ എ പാർഷ്യലി ട്രൂ, ഓപ്ഷൻ ബി കംപ്ലീറ്റ്ലി ട്രൂ, ഓപ്ഷൻ സി കംപ്ലീറ്റ്ലി ഫോൾസ് ആൻഡ് ഓപ്ഷൻ ഡി പാർഷ്യലി ഫോൾസ്. അപ്പൊ ഒരു മെയിൽഡ് ക്വസ്റ്റ്യനെയറെക്കാട്ടിലും കുറവ് ടൈമാണ് ഒരു ടെലിഫോണിക് ഇന്റർവ്യൂ എടുക്കുന്നത്. ഇറ്റ്സ് ട്രൂ ഓർ ഫാൾസ് അല്ലെ. ഇവിടെ ആൻസർ വേണമെങ്കിൽ ആൻസർ ബി കംപ്ലീറ്റ്ലി ട്രൂ എന്നാണ്. ശരിക്കും കംപ്ലീറ്റ്ലി ട്രൂ തന്നെയാണ്. കാരണം നമ്മൾ ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ മെയിൽ വഴി അയക്കുകയാണ് അല്ലെ. മെയിൽ വഴി അയക്കുന്ന സമയത്ത് ഇനിയിപ്പോ നമുക്കറിയാം നമ്മളിപ്പോ ഒരു ടെക്നോളജിക്കൽ കാലഘട്ടമാണ്. ഒരുപക്ഷെ എന്തായിരിക്കും നമുക്ക് ഇന്റർനെറ്റ് വഴി മെയിൽ അയക്കാം ഒക്കെ ചെയ്യാം. പോസ്റ്റൽ വഴി മാത്രമല്ല ഇന്റർനെറ്റ് വഴിയൊക്കെ നമുക്ക് അയക്കാം. അങ്ങനെ കഴിച്ചാലും ആ ആൾക്ക് ഇത് കിട്ടിക്കഴിയുമ്പോ അതിന് ഭയങ്കര ബിസിയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഓക്കെ നാളെ ചെയ്യാം അല്ലെ. അങ്ങനെ ചിലപ്പോൾ നീണ്ടു പോകും. നമ്മൾ വിചാരിച്ച ടൈമിൽ അത് എന്ത് ചെയ്യുന്നില്ല, അത് ഇങ്ങോട്ട് കിട്ടണമെന്നൊന്നും ഇല്ല അല്ലെ. നമ്മൾ വിചാരിച്ച ടൈമില് അത് ആ ക്വസ്റ്റ്യനാര് ഫോം ഫിൽ ചെയ്തിട്ട് നമുക്ക് തിരിച്ചത് കിട്ടണമെന്നൊന്നുമില്ല. നേരെ മറിച്ച് നമ്മൾ അയാൾ നേരിട്ട് വിളിക്കാറുണ്ട്, ടെലിഫോണിൽ നേരിട്ട് വിളിക്കാറ്. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ആളത് ഉത്തരം പറയുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആൻസർ കിട്ടും അല്ലെ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. കാരണം എന്താണ്? നമ്മൾ വിളിച്ചല്ലോ, അപ്പൊ വിളിക്കുമ്പോൾ നമുക്ക് ആൻസർ തരേണ്ട ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മെയിൽഡ് ക്വസ്റ്റ്യനെയറിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ടെലിഫോണിക് ഇന്റർവ്യൂ വഴി എന്ത് കിട്ടും? ഡാറ്റ കളക്ഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്? ഒരു കംപ്ലീറ്റ്ലി ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ ലിമിറ്റേഷൻസ് ഓഫ് പേഴ്സണൽ ഇന്റർവ്യൂ ഇൻക്ലൂഡ്. ലിമിറ്റേഷൻ ഓഫ് എ പേഴ്സണൽ ഇന്റർവ്യൂ അല്ലെ. ഒരു പേഴ്സണൽ ഇന്റർവ്യൂയുടെ ലിമിറ്റേഷനിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ പേഴ്സണൽ ബയാസസ് ആൻഡ് ഓപ്ഷൻ ബി ലാക്ക് ഓഫ് സ്പേസ് ആൻഡ് ടൈം, ഓപ്ഷൻ സി ബോത്ത് ഓഫ് ദം ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദം. ഇതിൽ ആൻസർ വരുന്ന ആൻസർ സി ആണ്, ബോത്ത് ഓഫ് ദം അല്ലെ. പേഴ്സണൽ ബയാസസ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് സ്പേസ് ആൻഡ് ടൈം. പേഴ്സണൽ ഇന്റർവ്യൂവില് ലിമിറ്റേഷൻസ് ആണ്, പേഴ്സണൽ ബയാസ് വരെ അല്ലെ. ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യം അയാൾക്ക് ഒരു പക്ഷെ കൺവിൻസ് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ അയാൾ തെറ്റുത്തരം പറയുകയാണെങ്കിലൊക്കെ ബയാസ്നെസ് വരും. അതേപോലെ സ്പേസിന്റെയും ടൈമിന്റെയും നമ്മൾ ചോദിക്കുന്ന ആ ഒരു സ്ഥലം അതിന്റെ ടൈം ഒക്കെ അനുസരിച്ചിട്ട് അതിൽ വരും. ഇപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പേഴ്സണൽ ബയാസ് പറയണം. ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അയാൾക്ക് ആ ക്വസ്റ്റ്യന്റെ ഒരു ഇത് മനസ്സിലാകില്ല, ഒരു അർത്ഥം എന്താണെന്ന് മനസ്സിലാകില്ല. അങ്ങനെ മനസ്സിലാവാതെ ഇരിക്കുമ്പോ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അയാൾ ചിലപ്പോൾ തെറ്റുത്തരം പറയാം, അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യന് മനസ്സിലാവാതെ അയാൾ വേറെ എന്തെങ്കിലും പറയാം. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? ഇതില് സംഭവിക്കാം. ലാക്ക് ഓഫ് സ്പേസ് ആൻഡ് ടൈം അല്ലെ. സ്പേസിന്റെയും ടൈമിന്റെയും ഒരു കുറവ്. സ്പേസിന്റെയും ടൈമിന്റെയും കുറവ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന ഒരു സ്പേസ് ഭയങ്കര എന്താ പറയാ, ഒരു ഒഫീഷ്യലി നമുക്ക് ചോദിക്കാനൊന്നും പറ്റാത്ത ഒരു ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ട്. നമ്മുടെ ടൈം ഒരു
നമ്മുടെ ടൈം നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന ടൈം എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട് അല്ലെ. ടൈം എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ എക്സാമ്പിൾ ഓഫ് ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ ഇസ്. ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയുടെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, ഇൻഫർമേഷൻ കളക്ടഡ് ഫ്രം എ റിപ്പോർട്ട്. ഓപ്ഷൻ ബി, ഇൻഫർമേഷൻ ഗ്യാതർഡ് ഫ്രം എ ടെലിഫോണിക് ഇന്റർവ്യൂ. ഓപ്ഷൻ സി, ഡാറ്റ കളക്ടഡ് ഫ്രം എ ലോക്കൽ ന്യൂസ് പേപ്പർ. ആൻഡ് ഓപ്ഷൻ ഡി, ഇൻഫർമേഷൻ കളക്ടഡ് ഫ്രം ആൻ RBI ബുള്ളറ്റിൻ. ഇവിടെ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയുടെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഏതാണ്, ഡാറ്റ കളക്ടഡ് ഫ്രം എ ലോക്കൽ ന്യൂസ് പേപ്പർ അല്ലെ. ഡാറ്റ കളക്ടഡ് ഫ്രം എ ലോക്കൽ ന്യൂസ് പേപ്പർ. ഇത് നമുക്ക് ഓക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ചില ടൈമിൽ ഇതൊരു സെക്കൻഡറി ഡാറ്റ ആയിട്ട് മാറാറുണ്ട്. ഓക്കെ, ഇതുപോലൊക്കെ റിപ്പോർട്ട്, അതേപോലെ തന്നെ ടെലിഫോണിക് ഇന്റർവ്യൂ, RBI ബുള്ളറ്റിൻ ഒരു സെക്കൻഡറി ഡാറ്റയാണ്. ലോക്കൽ ന്യൂസ് പേപ്പർ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ സെക്കൻഡറി ഡാറ്റ ഒക്കെ തന്നെയാണ്. പക്ഷെ ലോക്കൽ ന്യൂസ് പേപ്പർ എന്തായിരിക്കും, ഒരു ലോക്കലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും, നമുക്കതൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻസ് കിട്ടാനുള്ള ഒരു ഒന്നായിരിക്കും. പക്ഷെ നമുക്കത് അങ്ങനെ നല്ല രീതിയിൽ നമുക്കത് പറയാൻ പറ്റില്ല. നമുക്കിവിടെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാം. അടുത്തത്, ദ ഡാറ്റ കണ്ടെയ്ൻഡ് ഇൻ ദ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ്സ് ആൻഡ് സെൻസസ് ഓഫ് പോപ്പുലേഷൻ ഡൺ ബൈ ദ ഗവൺമെന്റ് ഈസ് കോൾഡ്. ഡാറ്റ കണ്ടെയ്ൻഡ് ഇൻ ദ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ആൻഡ് സെൻസസ് ഓഫ് പോപ്പുലേഷൻ അല്ലെ. നമ്മുടെ ഗവൺമെന്റ് സെൻസസ് ഓഫ് പോപ്പുലേഷൻ നടത്തുമല്ലോ. അപ്പൊ അത് എന്ത് തരത്തിലുള്ള ഒരു ഡാറ്റയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, ഇന്റേണൽ ഡാറ്റ. ഓപ്ഷൻ ബി, സെക്കൻഡറി ഡാറ്റ. ഓപ്ഷൻ സി, പ്രൈമറി ഡാറ്റ. ഓപ്ഷൻ ഡി, എക്സ്റ്റേണൽ ഡാറ്റ. ഇവിടെ നമുക്ക് ആൻസർ ഉള്ള സെക്കൻഡറി ഡാറ്റയാണ്. ശരിക്കും സെൻസസ് ഒരു പ്രൈമറി ഡാറ്റയാണ്. പക്ഷെ നമ്മൾ അത് എടുക്കുമ്പോഴാണ് അത് സെക്കൻഡറി ഡാറ്റ ആവുന്നത് കേട്ടോ. നമ്മളോട് ഇത് വന്ന് ചോദിക്കുമ്പോൾ അതൊരു ഫസ്റ്റ് ഹാൻഡ് ആണ്. പക്ഷെ നമ്മൾ അത് എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കുമ്പോൾ, അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഡാറ്റ എടുക്കുന്നു, സ്ത്രീ പുരുഷ അനുപാതം, അതിന്റെ ഡാറ്റ നമ്മൾ എടുത്തിട്ട് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതൊരു സെക്കൻഡറി ഡാറ്റയാണ്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അടുത്തത്, വേരിയസ് മെത്തേഡ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ ഇൻക്ലൂഡ് അല്ലെ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള വേരിയസ് മെത്തേഡുകൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്. ഓപ്ഷൻ എ, ക്വസ്റ്റ്യനെയർ മെത്തേഡ്. ഓപ്ഷൻ ഡി, ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. ഓപ്ഷൻ സി, ഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ. ക്വസ്റ്റ്യനെയർ മെത്തേഡ് നമ്മൾ പഠിച്ചു അല്ലെ. ക്വസ്റ്റ്യനെയർ മെയിലിട്ട് ക്വസ്റ്റ്യനെയർ അയച്ചിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ അവരോട് നേരിട്ട് ചോദിക്കുന്ന പോലെയാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെ, ഓരോ ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെ, ഓറൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരോട് ചോദിക്കാം. ദെൻ ഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ, പേഴ്സണൽ ആയിക്കൊണ്ടല്ലേ, വളരെ നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരോട് ഇന്റർവ്യൂ നടത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. അവിടെ ആൻസർ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പ്രൈമറി ഡാറ്റ ഈസ് ഓൾസോ നോൺ ആസ് ഫസ്റ്റ് ഹാൻഡ് ഓർ ഒറിജിനൽ ഡാറ്റ. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ്. പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയാണ് അല്ലെങ്കിൽ ഒറിജിനൽ ഡാറ്റയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടല്ലേ, പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഇതൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ ആണ്, അതേപോലെ തന്നെ ഇതിന്റെ ഒറിജിനൽ ഡാറ്റയാണ്. ദെൻ ഇത് ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, among the following options which can provide accurate primary data. ഓക്കെ, among the following option, തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതിനാണ് നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രൈമറി ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സോഴ്സസ്. ഓപ്ഷൻ ബി, ഇന്റേണൽ സോഴ്സസ്. ആൻഡ് ഓപ്ഷൻ സി, ബോത്ത് ഓഫ് ദി എബവ്. ആൻഡ് ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബവ്. ഇവിടെ ആൻസർ വരുന്നത് ഇന്റേണൽ സോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഡാറ്റ കളക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഡാറ്റ കളക്ഷന് നമ്മുടെ സിലബസ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും പ്രൈമറി, അതേപോലെ തന്നെ സെക്കൻഡറി ഡാറ്റ നമുക്ക് പഠിക്കാനുണ്ട്. then അതേപോലെ തന്നെ നമുക്ക് പിന്നെ പഠിക്കാനുള്ളത് ഒബ്സർവേഷൻ മെത്തേഡും പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ മെത്തേഡും ആണ് നമുക്ക് പിന്നീട് പഠിക്കാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇന്റർവ്യൂ എന്താണെന്ന് നമുക്ക് പഠിക്കണം. സ്കെഡ്യൂൾഡ് മെത്തേഡ് എന്താണെന്ന് പഠിക്കണം. then അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രക്ചേർഡ്, അതേപോലെ തന്നെ അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ പഠിക്കാനുണ്ട്. then ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ്, then കേസ് സ്റ്റഡി മെത്തേഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത്.
ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് പ്രൈമറി ഡാറ്റ എന്താണ്, സെക്കൻഡറി ഡാറ്റയാണ്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയത് ഒബ്സർവേഷൻ മെത്തേഡ് എന്താണ്, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ മെത്തേഡ് എന്താണ്, നോൺ പാർട്ടിസിപ്പന്റ് എന്താണ് അല്ലെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ പറ്റും. നോൺ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് രണ്ട്. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു, നമ്മുടെ സ്ട്രക്ചേർഡ് ക്വസ്റ്റിനെയർ, അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റിനെയർ എന്താണ്, ഇന്റർവ്യൂ എന്താണ്, സ്കെഡ്യൂൾഡ് മെത്തേഡ് എന്താണ്, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്, തുടങ്ങിയ കാര്യങ്ങളും. പിന്നെ ലാസ്റ്റ് വന്നായിട്ട് നമ്മുടെ കേസ് സ്റ്റഡി എന്താണ് എന്നുള്ളത് കൂടിയാണ് പഠിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള സിലബസ് ആണ്. കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന 5 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.